ഇതാണ് ഞാൻ വെച്ച വിഷുക്കണി. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ വിഷുക്കണി സെറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഇടാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് അരിയെടുത്ത് നമ്മൾ വിഷു സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പത്തിലേക്ക് ഇട്ടു. പിന്നെ ചക്ക വെച്ചു, തണ്ണിമത്തം വെച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കൈതച്ചക്ക വെച്ചു. പിന്നെ നമ്മളുടെ കണിവെള്ളരി, കണിയുടെ മെയിൻ ഐറ്റമാണല്ലോ അല്ലേ, അത് വെച്ചു. തേങ്ങ വെച്ചു, പിന്നെ ചെറിയൊരു മത്തങ്ങ കിട്ടിയിട്ടോ അത് വെച്ചു. പിന്നെ ഒരു ഓറഞ്ച്, ആപ്പിള്, മുന്തിരി എല്ലാം നമ്മൾ സാധാരണ കണിക്ക് വെക്കുന്നതാണ്. പിന്നെ പച്ചക്കറി ആയിട്ട് ഒരു ക്യാരറ്റ് വെച്ചു, തക്കാളി വെച്ചു. അപ്പോൾ നമ്മൾ കണിക്ക് വേണ്ടിയുള്ള പച്ചക്കറിയും ബാക്കി സാധനങ്ങളെല്ലാം സെറ്റാക്കി. ഇനി നമുക്കിതെല്ലാം കൂടി ഒരുമിച്ച് നമ്മളുടെ ഫൈനൽ സെറ്റിങ്സ് ചെയ്യാം. അപ്പം ഇത്തവണ എന്താണെന്നറിയത്തില്ല, ഇത്തവണ ഭയങ്കര മഴ കാരണം ഫുള്ള് കണിക്കൊന്ന എല്ലാം പോയി. നമുക്ക് ആകെ കുറച്ച് കണിക്കൊന്ന മാത്രമാണ് കിട്ടിയത് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് നമ്മളുടെ ഇപ്പോഴത്തെ പ്ലാസ്റ്റിക് പൂവില്ല, അത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി രണ്ട് സൈഡിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വിളക്ക് വെച്ചു, കിണ്ടി കൊണ്ടുവന്ന് വെച്ചു, വിളക്കിലെ എണ്ണയൊക്കെ ഒഴിച്ചു, നമ്മളുടെ സാമ്പ്രാണിത്തിരിയും ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മളുടെ എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ കണിയുടെ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? പിന്നെ ഇത് രാവിലെ ഞാൻ കണി കാണാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ എടുത്ത വിഷ്വൽസാണ് കേട്ടോ. ഇത് ഭയങ്കര അടിപൊളിയാണ്. ആ നൈറ്റും ആ വിളക്കും എല്ലാം കൂടെ സൂപ്പറായിരുന്നു. പിന്നെ ഇത് പകലത്തെ അടിപൊളിയല്ലേ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കണി വെച്ചതിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഡു ഷെയർ ആൻഡ് ഫോളോ മീ.